ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളത് ഇനി വെറും 40 ദിവസങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളത് 50+ ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ബോധം വന്നു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? എങ്ങനെയെങ്കിലും എനിക്ക് പഠിച്ചു തീർക്കണം, എങ്ങനെയെങ്കിലും ക്രിസ്മസ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണം. എന്നാൽ ഓരോ ചാപ്റ്റേഴ്സും 4-3 മണിക്കൂറിന്റെ വീഡിയോ ഫുള്ള് കണ്ട് ലൈവ് ഫുള്ള് കണ്ട് പഠിക്കാന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ഒറ്റക്ക് പഠിക്കാന്ന് പറയുന്നത് അതും പോസിബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ടത് ഷോർട്ട് കട്ട്സിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചാപ്റ്റർ ഫുൾ പഠിച്ചു തീർക്കാന്നായിരിക്കും അല്ലെ? അങ്ങനെയെങ്കിൽ മിസ് വന്നിട്ടുള്ളത് നിങ്ങളുടെ നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ മിസ് ഇതാ കുറഞ്ഞ സമയം കൊണ്ട് ഫുൾ പഠിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണ്ടേ, വീട്ടിൽ നിന്ന് ഒന്ന് കുറെ പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വർക്ക് ഷീറ്റും ഞാൻ ഇതിൽ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ക്രിസ്മസ് എക്സാമിന് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ മാത്രം ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാം. ഇനി എനിക്ക് വേണമെന്നില്ല, വേണമെങ്കിലും മതി, മാർക്ക് എനിക്ക് ആവശ്യമൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. യെസ്, അങ്ങനെയെങ്കിലടാ നെഗറ്റീവ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് എപ്പോഴാണ് നെഗറ്റീവ് നമ്പർ ന്യൂനസംഖ്യ കിട്ടുക? അതായത് നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 0 ആണ് ഏറ്റവും ചെറിയ നമ്പർ എന്നായിരുന്നു അല്ലെ? പക്ഷെ 0 അല്ല ചെറിയ നമ്പർ. ഇതാ നോക്ക്, 0 ഇവിടെ ആണെങ്കിൽ 0ന്റെ മുന്നോട്ട് പോകുമ്പോൾ 1, 2, 3 അങ്ങനെ പോകുന്നുണ്ട്, വലിയ വലിയ നമ്പേഴ്സ് പോകുന്നുണ്ട്. ഇനി ബാക്കോട്ട് വരുന്ന സമയത്ത് 0യിലും ചെറിയ നമ്പറാണ് -1. 0 1 കുറച്ചാൽ -1 ആണ്. 1 പിന്നെ 1 കുറച്ചാൽ -2 ആണ്. പിന്നെ 1 കുറച്ചാൽ -3 ആണ്. അങ്ങനെ 0ൽ താഴെയുള്ള നമ്പേഴ്സും ഇവിടെ ഉണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴാ കിട്ടുകയെന്നറിയോ? അതായത് ഞാൻ പറയാണ്, എനിക്ക് എന്ത് ചെയ്യണം? 3ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യണം. 3ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യണം. സാധാരണ കേസിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് 5ൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യാനാണ് അല്ലെ? ഹഷൽ സാർ പറയലുണ്ട് എല്ലാ മാത്സ് ടീച്ചറിന്റെ പേരും ബിന്ദു മിസ് ആണെന്ന്, ബിന്ദു ടീച്ചറിനാണ് എല്ലാ മാത്സ് ടീച്ചറുടെ പേരെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബിന്ദു ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്താണ്? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തറിയില്ല? ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മളെ ബിന്ദു ടീച്ചർ പഠിപ്പിച്ചെന്ന കാര്യമല്ലേ, അതന്നെ ചെയ്യുക. എന്താണ്? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുന്നു. 5ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 2 ആണ്. അത് തന്നെ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ട അറിയോ? ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ. അങ്ങനെയെങ്കിൽ നോക്കിയേ, വേറൊരു ക്വസ്റ്റ്യൻ. 6 - 11 എന്തായിരിക്കും? നമുക്കറിയാം ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാനാണ് പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബിന്ദു ടീച്ചർ പഠിപ്പിച്ചത് വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കാനാണ്. നമ്മൾ ചെയ്യുന്നു 11ൽ നിന്നും 6 പോയാൽ എത്രയാണ്? 5 ആണ് വരിക അല്ലെ? ആ 5 ആയിരിക്കും ആൻസർ. പക്ഷെ മുന്നിൽ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോ 3 - 6 എത്രയാ വരിക? 6ൽ നിന്നും 3 കുറയ്ക്കുന്നു, 3 ആണ്. ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു, -3 ആയിരിക്കും. ഓക്കെ, അപ്പൊ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യാന്ന് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് പഠിപ്പിച്ചെന്നത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനാ. അത് ചെയ്യുന്നു, ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ. ഇനി അടുത്ത കാര്യം, -3 + 5. അതായത് -3യോട് ഞാൻ 5 ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇതിനെ കാണാൻ തന്നെ ഒരു ലുക്ക് ഇല്ല അല്ലെ? ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു 3 കുറച്ചിട്ടുണ്ട്, 5 കൂട്ടിയിട്ടുണ്ട് അല്ലെ? 3 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, 5 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ആദ്യം അതിനൊന്ന് കുട്ടപ്പനാക്കിയിട്ട് എഴുതാം. അതായത് ആദ്യം കൊണ്ടൊരു മൈനസ് എഴുതിക്ക് വരും. ഇതൊന്നും നമുക്ക് പറ്റൂല. നമുക്ക് ആദ്യം +5 എഴുതാം, അതായത് 5. എന്നിട്ട് ഈ -3 ചെയ്യാം. 5 - 3 2 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൈനസും പ്ലസും ഒരുമിച്ച് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊന്ന് കുട്ടപ്പനാക്കി എഴുതി കഴിഞ്ഞാൽ വേറെ സിമ്പിൾ. ഇനി നമുക്ക് ഞാൻ വേറെ കുറിപ്പ് പറയാം. -2 + 1 -5 + 4. ഇതെനിക്ക് ചെയ്യണം. എന്താ ചെയ്യാ? മൈനസും പ്ലസും ഒരുമിച്ച് വന്നു അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരൊന്ന് കുട്ടപ്പനാക്കി എഴുതണം. അതായത് നമുക്ക് +1 ആദ്യം കൊടുക്കുക, പിന്നെ -2 എഴുതുക. 1 - 2 അല്ലെ? ഇതൊക്കെ എന്താ ചെയ്താ? ഇതിനെ കുട്ടപ്പനാക്കിയിട്ട് എഴുതിയാൽ +3 ആദ്യം എഴുതുന്നു, -5. ഓക്കെ, അപ്പോ 1 - 2 എന്ന് പറയുന്നത് 2ന്ന് 1 കുറച്ചാൽ 1 ആണ്. മൈനസ് ഇട്ട് കൊടുക്കുന്നു, -1. 5 - 3 2 ആണ്. മൈനസ് ഇട്ട് കൊടുക്കുന്നു, -2. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചേ. ഒന്ന് ഓർത്ത് വെക്കേ. ഒന്ന് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നു. രണ്ടാമത് മൈനസും പ്ലസും ആയി വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതിനൊന്ന് കുട്ടപ്പനാക്കി എഴുതിയാൽ മതി അല്ലെ? സിമ്പിൾ ആണ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു കാര്യം കൂടെ മിസ് പറഞ്ഞു തരട്ടെ. -2 - 5. അതായത് ഇതെങ്ങനെയായിരിക്കും ചെയ്യാം? ഇവിടെ ആക്ച്വലി എന്താടാ ചെയ്തത്? ആക്ച്വലി ആദ്യം 2 കുറച്ചു, പിന്നെ 5 കുറച്ചു. ടോട്ടൽ എത്രയാ കുറച്ചത്?
7 അല്ലേ? ആദ്യം 2 കുറച്ചു, പിന്നെ 5 കുറച്ചു, അതായത് 2 + 5 7 കുറച്ചിട്ടുണ്ട്, -7 ആയിരിക്കും ആൻസർ. സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? അതായത് ഇതാ നമുക്ക് -3 - 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം 3 കുറച്ചു, പിന്നെ 5 കുറച്ചു, അതായത് 3 + 5 8 കുറച്ചിട്ടുണ്ട്, -8 അല്ലെ? ഇനി അടുത്തത് -2 - 1 എങ്ങനെയായിരിക്കും? ആദ്യം 2 കുറച്ചു, പിന്നെ 1 കുറച്ചു, ടോട്ടൽ എത്രയാ കുറച്ചത്? 2 + 1 3 കുറച്ചിട്ടുണ്ട്. സിമ്പിൾ. അപ്പൊ 3 കാര്യങ്ങളാണ്. ഈ അഡീഷനിലും സബ്ട്രാക്ഷനിലും ഇതേ പഠിക്കാനുള്ളൂ. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബിന്ദു ടീച്ചർ പഠിപ്പിച്ചത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനാ മിസ്സേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യും. 5ൽ നിന്നും 3 കുറച്ചാൽ 2 ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു മൈനസ് ഇട്ട് കൊടുക്കും. ഇനിയിപ്പോ -5 + 3 നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇവരൊന്ന് കുട്ടപ്പനാക്കിയിട്ട് എഴുതും. അതായത് ആദ്യം +3 എഴുതാണ്, ദെൻ -5. ഓക്കെ, 3 - 5 എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതിൽ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ. അപ്പൊ ഞാൻ നേരെ തിരിച്ചു കുറയ്ക്കുന്നു, 2 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇത് നോക്ക്, -5 - 3 ഇതെന്തായിരിക്കും? ആദ്യം 5 കുറച്ചു, പിന്നെ 3 കുറച്ചു, ടോട്ടൽ എത്രയാ കുറച്ചത്? 5 + 3 8 കുറച്ചു, -8. സിമ്പിൾ. അപ്പൊ ഇത് പഠിച്ചല്ലോ. ഇതാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള വർക്ക് ഷീറ്റ് കേട്ടോ. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത രണ്ടാമത്തെ കാര്യം പഠിക്കുക അല്ലെ. രണ്ടാമത്തെ കാര്യം പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. മൈനസും പ്ലസും ഒരുമിച്ച് വരുന്നു. അതായത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 3നോട് എന്ത് കൂട്ടുന്നു? -5 കൂട്ടുന്നു. ഓക്കെ, 3നോട് ഞാൻ എന്ത് കൂട്ടുന്നു? -5 കൂട്ടുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, പ്ലസും മൈനസും ഒരുമിച്ച് വന്നു അല്ലെ. പ്ലസും മൈനസും ഒരുമിച്ച് വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇത്രയേ ഉള്ളൂ. ഇവിടെ ആരാ ഹീറോ എന്നറിയോ? മൈനസ് ആണ് നമ്മളുടെ ഹീറോ. ഈ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്താ സംഭവിക്കുക അറിയോ? പ്ലസിനെ മൈനസ് അങ്ങോട്ട് തട്ടും, ഹീറോ എന്ത് ചെയ്യും? പ്ലസിനെ അങ്ങോട്ട് തട്ടും, ഇവനങ്ങോട്ട് തട്ടും, അതായത് ഒഴിവാക്കും. എന്നാൽ ആരാ ബാക്കി ഉണ്ടാവുക? മൈനസേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 3 - 5 ഈക്വലാ. 3 - 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 - 3 2 ആണ്. അത് എഴുതുന്നു, മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇനി വേറെ മിസ് ചെയ്തുതരാം. ഒരു 2 + -5 3 + -6 ഇതൊക്കെ ചെയ്ത് നോക്ക്. എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ കാര്യം. പ്ലസും മൈനസും അടുത്ത് വന്നാൽ പ്ലസിന് ഒഴിവാക്കും, 2 - 5 ആയിരിക്കും ഇത്. ഇവിടെയൊക്കെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ പ്ലസിന് ഒഴിവാക്കും. എത്രയാണ്? 3 - 6 ആയത്. ഇത് എത്രയായിരിക്കും ഉണ്ടാകുക? 5 - 2 3 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു. 6 - 3 3 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ. അപ്പൊ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യാ? പ്ലസിന് അങ്ങോട്ട് തട്ടും. അത്രയേ ഉള്ളൂ പരിപാടി. ഇനി അടുത്ത കാര്യം. യെസ്, അടുത്ത കാര്യം എന്ന് പറയുന്നത് 2 മൈനസ് അടുത്ത് വരുന്നു. അതായത് ഞാൻ 3ൽ നിന്നും എന്ത് മൈനസ് ചെയ്യുന്നു? -5നെ മൈനസ് ചെയ്യുന്നു. 3ൽ നിന്നും -5നെ മൈനസ് ചെയ്യുന്നു. നിങ്ങൾ ഇത് ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ 2 പെന്നുണ്ട്. ഇതിപ്പോൾ 2 പെന്നാണെന്ന് വെച്ചോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് ജസ്റ്റ് ഒരു ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുന്നു. കുറച്ചു നേരം ഇതിങ്ങനെ നിൽക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് പൊട്ടിപ്പോവും അല്ലെ. അതുപോലെ തന്നെയാണ് തിന്നായിട്ടുള്ള 2 വരകൾ. ആ വരകൾ എത്ര അടുപ്പിച്ച് വന്നാലും അത് എന്തായും പൊട്ടിപ്പോയിട്ട് ഇത് എന്തായി മാറുക ചെയ്യാറിയോ? പ്ലസ് ആയി മാറും. 2 മൈനസ് എപ്പം വന്നാലും അത് രണ്ടും പൊട്ടിപ്പോയി പ്ലസ് ആയിട്ട് മാറും. അതായത് 3 - -5 എന്ന് പറഞ്ഞാൽ എന്താടാ? 3 + 5 ഈക്വലാ. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആയിരിക്കും ആൻസർ. ഓക്കെ, 3 - -5 2 മൈനസ് എടുത്ത് വന്നാൽ പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. അത് അങ്ങനെയെങ്കിൽ വേറെ നോക്ക്. 5 - -6 7 - -2 എന്തായിരിക്കും? ഇവനൊക്കെ സെയിം സംഭവം. 2 മൈനസ് വന്നാൽ പ്ലസ് ആയി പോവും. 5 + 6 എത്രയാണ്? 11 ആണ്. 2 മൈനസ് അടുത്ത് വന്നാൽ പ്ലസ് ആയി പോവും. 7 + 2 9 ആണ്. സിമ്പിൾ അല്ലേ? ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത്ര മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലസും മൈനസും അടുത്ത് വന്നു. ഓക്കെ, പ്ലസും മൈനസും അടുത്ത് വന്നു. അപ്പൊ എന്താ സംഭവിക്കുക? പ്ലസ് ആണ് നമ്മളുടെ ഹീറോ, അപ്പൊ മൈനസ് ആണല്ലേ നമ്മളുടെ ഹീറോ. അപ്പൊ പ്ലസിനെ നമ്മൾ തട്ടും. അങ്ങനെയെങ്കിൽ 5 - 6 ഉണ്ടാവുക, അതായത് -1. ഇനി അടുത്ത കാര്യം എന്താ പറഞ്ഞത്? നോക്കി, ഇത്രയേ ഉള്ളൂ. അതായത് 2 മൈനസ് അടുത്ത് വന്നു. 5ന്ന് എന്ത് കുറച്ചു? -6. അതായത് 2 മൈനസ് അടുത്ത് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 6 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇതിലുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്.
ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അങ്ങനെയെങ്കിൽ എടാ ഇതാണ് നിങ്ങൾക്ക് അതിലുള്ള വർക്ക് ഷീറ്റ്. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. സെറ്റല്ലേ? റെഡിയല്ലേ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കാര്യം പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം. അതായത് എനിക്ക് എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് നമ്പർ, അതായത് -2 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ നോക്ക്, 2 എനിക്ക് എന്ത് ചെയ്യണം, -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ -2 -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ ഇത്രമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ മൈനസ് ആയാലും പ്ലസ് ആയാലും ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയുന്ന എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഗുണിക്കാൻ അറിയുന്നത്. ആ പരിപാടി അങ്ങോട്ട് ചെയ്ത് വെക്കുക. 2 × 3 എത്രയാ? 6. ഇനി 2 × 3 6 ആണ് ഇവിടെയും, 2 × 3 6 ആണ് ഇവിടെയും. അങ്ങനെയെങ്കിൽ ഇവിടെ ഇത് നോക്ക്, ഇതിൽ ഒരു നമ്പറിന് മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ മൈനസ് ഇട്ട് കൊടുക്കണം. ഒരു നമ്പറിന് മാത്രം മൈനസ് ആണെങ്കിൽ ഉത്തരത്തിൽ മൈനസ്. ഏത് നമ്പറിനാ മൈനസ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു നമ്പറിന് മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ രണ്ട് നമ്പറിനും മൈനസ് ഉണ്ടെങ്കിൽ ഇത് പ്ലസ് ആയിരിക്കും. പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പോൾ രണ്ട് നമ്പറിനും മൈനസ് ഉണ്ടെങ്കിൽ പ്ലസ് ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇതാണ് നിങ്ങൾക്കുള്ള മൂന്നാമത്തെ കാര്യം. ഓക്കെ, വേണമെങ്കിൽ രണ്ടെണ്ണം കൂടി ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരു -5 ഇൻറ്റു -3 എത്രയായിരിക്കൂടാ? -5 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിനും മൈനസ് ഉണ്ട് അല്ലെ. രണ്ട് നമ്പറിനും മൈനസ് ഉണ്ട്. അപ്പൊ 5 × 3 15 ആണ്. രണ്ട് നമ്പറിനും മൈനസ് ഉണ്ടായതുകൊണ്ട് മൈനസ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ നോക്ക്, ഞാൻ ഇപ്പൊ പറയാണ് 3 × -3 ഇതെത്രയായിരിക്കും? നമുക്കറിയുന്ന പരിപാടി ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാ. അത് എഴുതി. എന്നിട്ട് ഒരു നമ്പറിന് മാത്രം മൈനസ് എങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ ആണ്. എന്താണ്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നമ്പർ മാത്രമാണ് നെഗറ്റീവ് എങ്കിൽ ഉത്തരത്തിൽ നെഗറ്റീവ് മൈനസ് ഇട്ട് കൊടുക്കുന്നു. രണ്ട് നമ്പറും നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കും. സിമ്പിൾ. മൂന്നാമത്തെ കാര്യം പഠിച്ചു. അങ്ങനെയെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് അതിൽ നിന്നുള്ള വർക്ക് ഷീറ്റ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്തു നോക്കണം കേട്ടോ. ചെയ്തു നോക്കിയില്ലേ ഒരു കാര്യമില്ല. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അങ്ങനെയെങ്കിൽ നാലാമത്തെ ലാസ്റ്റ് ആള്, അതായത് ഒന്നുമില്ലടാ, നമുക്കിപ്പോ 10 ഡിവൈഡഡ് ബൈ -2 അല്ലെങ്കിൽ -10 ഡിവൈഡഡ് ബൈ 2 അല്ലെങ്കിൽ -10 ഡിവൈഡഡ് ബൈ -2. അതായത് നമുക്ക് ഇതാ നേരത്തെ മൾട്ടിപ്ലിക്കേഷന്റെ സെയിം സാധനമാണ് കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് നോക്ക്, 10 2 ഹരിക്കുക. അതായത് നമുക്ക് അറിയുന്ന കാര്യം എന്താണ്, ഡിവൈഡ് ചെയ്യാൻ അറിയാം. 10/2 എത്രയാണ്? 5 ആണ്. ഇവിടെയും 10/2 5, ഇവിടെയും 10/2 5. എന്ന് നോക്ക്, ഒരു നമ്പറിനാണ് മൈനസ് എങ്കിൽ ഞാൻ ഉത്തരത്തിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഒരു നമ്പർ മൈനസ് ആണെങ്കിൽ ഉത്തരത്തിൽ മൈനസ്. ആർക്കാ മൈനസ് ഒന്നും നോക്കണ്ടേ. ഇനി രണ്ട് നമ്പറിനും മൈനസ് ആണെങ്കിൽ ഉത്തരം പ്ലസ് ആയിരിക്കും. സിമ്പിൾ. നമ്മളുടെ മൾട്ടിപ്ലിക്കേഷന്റെ സെയിം കേസ്, ഹരിക്കുന്ന സമയത്ത് ഒരു നമ്പറിന് മാത്രമാണ് മൈനസ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരത്തിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഹരിച്ചിട്ട് ഇനി നമുക്ക് രണ്ട് നമ്പറിനും മൈനസ് ഉണ്ടെങ്കിലോ ഉത്തരം പ്ലസ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള വർക്ക് ഷീറ്റ് ഇതാണ്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് മനസ്സിലാക്കി നോക്കി പഠിക്കുക. ഓക്കെ, ഇത് ചെയ്തിട്ടില്ലേ കാര്യമില്ലേ, പിന്നെയും പറയാം. ബിക്കോസ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി എത്ര മുന്നോട്ട് നിങ്ങൾക്ക് മാത്സ് ഉണ്ടോ അവിടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തുതരാം. നിങ്ങൾ 4 കാര്യങ്ങളാണ് പഠിച്ചത്. അതാ നോക്കി, ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ എന്താ പഠിച്ചത്? നമുക്കറിയാം, ബിന്ദു ടീച്ചർ പഠിപ്പിച്ചത് നമുക്ക് ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യാനാ. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. എന്നിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് -5 +7 ഇതെന്താ ചെയ്യാ? ഇതിനെ ഒന്ന് കുട്ടപ്പനാക്കി എഴുതും അല്ലെ. അതായത് ആദ്യം +7 എഴുതും, എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ -5 എഴുതും. 7 - 5 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. ഇനി അടുത്തത് -5 - 7 എന്ന് പറഞ്ഞാൽ എന്താടാ? -5 - 7 ആദ്യം 5 കുറച്ചു, പിന്നെ 7 കുറച്ചു. ടോട്ടൽ എത്രയാ കുറച്ചത്? 12 കുറച്ചു. -12 ആയിരിക്കും ആൻസർ. ഇതായിരുന്നു ഒന്നാമത്തെ ആള് അല്ലെ. ഇതാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആൾ എന്താണ്? പ്ലസും മൈനസും ഒരുമിച്ച് വരുന്നത്. അതായത് 2 + -3 എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ മൈനസ് ആണ് ഹീറോ, പ്ലസിനെ നമ്മൾ ഒഴിവാക്കും. അതായത് 2 - 3 ആണിത്, അതായത് -1. ഇനി വേറെ 2 - -3 ആണെങ്കിലോ സിമ്പിൾ. അതായത് 2 മൈനസ് അടുത്ത് വന്നാൽ 2 മൈനസും എന്ത് ചെയ്യും? മൈനസും കൂടിയിട്ട് പ്ലസ് ആയി പോവും. അതായത് ഇത് 2 + 3 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും ആൻസർ. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം അല്ലെ. രണ്ടാമത്തെ കാര്യം. ഇനി അടുത്തത്
ഇനി മൂന്നാമത്തതും നാലാമത്തതും, അതായത് നോക്കിയേ അടുത്തത് ഇപ്പോ -15 ഇൻറ്റു 3 ഉണ്ട്. അതുപോലെ രണ്ടാക്കാം, കുറച്ച് ചെറുതായിക്കോട്ടെ. 15 ഇൻറ്റു -2 ഉണ്ട്. -15 ഇൻറ്റു -2 ഉണ്ട്. എന്താ സംഭവിക്കുക? നമ്മൾ ഗുണിക്കുകയാണെ ഒരു പേടിയും പേടിക്കേണ്ട. 15 ഇൻറ്റു 2 ചെയ്യുന്നു 30 ഇനി ഒരു നമ്പറിനാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലും 15 ഇൻറ്റു 2 ചെയ്യുന്നു 30 ഒരു നമ്പറിനാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. 15 ഇൻറ്റു 2 ചെയ്യുന്നു 30 രണ്ട് നമ്പറിനും മൈനസ് ആയതുകൊണ്ട് ഉത്തരം പ്ലസ് ആയിരിക്കും. സിമ്പിൾ. അതായിരുന്നു നിങ്ങളുടെ മൂന്നാമത്തെ കാര്യം അല്ലെ? മൂന്നാമത്തെ കാര്യം. അങ്ങനെയെങ്കിൽ നാലാമത്തെ കാര്യം മിസ് പറഞ്ഞാൻ പോവാണേ. നാലാമത്തെ കാര്യം എന്താണ്? ഇപ്പോ 15 ഡിവൈഡഡ് ബൈ -3, അതുപോലെ -15 ഡിവൈഡഡ് ബൈ 3, -15 ഡിവൈഡഡ് ബൈ -3. ഇതെങ്ങനെയാണ്? നേരത്തെ പോലെ തന്നെ 15/3 എന്ന് പറയുന്ന 5 ഒരു നമ്പറിനാണ് മൈനസ് എങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. 15/3 5 ഒരു നമ്പറിനാണ് മൈനസ് എങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുന്നു. 15/3 5 രണ്ട് നമ്പറിനും മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആയിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങളുടെ നാലാമത്തെ കാര്യം. ഓക്കെ, ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ എടാ മക്കളെ നോക്കിക്കോ, നിങ്ങളുടെ നെഗറ്റീവ് നമ്പേഴ്സിൽ ഇനി നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ സെറ്റാ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് ട്രിക്കി ആയിട്ട് സെറ്റായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എടാ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. നമ്മളുടെ ക്ലാസ് 10 പ്രീ ബൂസ്റ്റർ ബാച്ച്. ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് 3299 ആണ് കേട്ടോ. അതും November 7 വരെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ എടാ ഇത് ലാസ്റ്റ് ടൈമാണ്. ഇപ്പോഴെങ്കിലും ആദ്യം മുതൽ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ബോധം വന്നിട്ടുണ്ടെങ്കിൽ 10th എടാ ഇതിന്റെ ബാക്കിയാണ് കേട്ടോ വരാൻ പോകുന്നത്. 10th എത്തിയിട്ട് നിങ്ങൾക്ക് മലമറിക്കാനൊന്നും കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആഗ്രഹം ഉള്ളിലുണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എടാ അതാ ഇങ്ങോട്ട് പോര്. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഈ ഒരു ഓഫർ, ഇത് ഇത്രയും നേരം നിങ്ങൾ ക്ലാസ് കേട്ടിരുന്നില്ലേ, ആ കേട്ടിരുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും ഉള്ളതല്ല. അപ്പൊ എന്റെ മക്കൾ ചെയ്യേണ്ട ഒരൊറ്റ ട്രിക്ക് മിസ് പറഞ്ഞു, ഒരൊറ്റ ഐഡിയ പറഞ്ഞു തരട്ടെ. ഇതിന്റെ താഴെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. ആക്ച്വലി രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്ത് കിട്ടും? ഈ ഒരു ഓഫർ കിട്ടും. അപ്പൊ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാരോട് ആലോചിച്ചിട്ട് ചേർന്നാൽ മാത്രം മതി. പക്ഷെ എപ്പോഴെങ്കിലും ചേരണം എന്നൊരു ബോധം വന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ഓഫർ ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്ത് കിട്ടും? ഇനി കുറച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓഫർ കിട്ടും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആരും മറക്കാതെ രജിസ്റ്റർ ചെയ്യുക കേട്ടോ. നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണും. അതിൽ നിങ്ങളുടെ പേരും നമ്പറും ക്ലാസ്സും അടച്ചാൽ മതി. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.